നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ലോകത്തിലെ ഏറ്റവും വലിയ വലതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ വലതുപക്ഷ പാർട്ടിയാണ് RSS. ലോകത്തിലെ ഏറ്റവും വലിയ വലതുപക്ഷ സംഘടനയായ RSS നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ BJPയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് ഇവിടെ ഒരു ദശാബ്ദമായി നിലനിൽക്കുകയാണ്. ഒരു 10 കൊല്ലമായിട്ട് അങ്ങനെ ഒരു ഗവൺമെന്റ് വന്നാൽ ആ ഗവൺമെന്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുക? ഇപ്പൊ നമ്മുടെ നാട്ടില് നരേന്ദ്രമോദി ചോദിച്ചാൽ അല്ലെങ്കിൽ BJPയോട് ചോദിച്ചാൽ അവർ പറയും ഇന്ത്യ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുക, ഇന്ത്യ പുരോഗമിക്കുക, നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇന്ത്യൻ്റെ കാര്യമൊക്കെ ഇപ്പോൾ അറിയിക്കുന്നത് ഡൊണാൾഡ് ട്രംപാ. പുരോഗമിച്ച ഇന്ത്യ എങ്ങണ്ടാ പോണതെന്ന് നരേന്ദ്രമോദി അറിയുന്നതിന് മുമ്പ് ട്രംപ് അറിയും. ഓപ്പറേഷൻ സിന്ദൂർ ഒരു യുദ്ധമായിരുന്നു. ആ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയുന്നത് ആരാ? ട്രംപാണ്. നമ്മുടെ നാട്ടിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്, അത് ഗ്യാസാണ്. ഗ്യാസും പെട്രോളും ഡീസലും ഉപയോഗിക്കാത്ത ഒറ്റ മനുഷ്യൻ നമ്മുടെ നാട്ടിലില്ല. ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ഗ്യാസ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്ത് വിടുന്ന റഷ്യ എന്നാണ്. ആ ഇറക്കുമതി നിർത്താൻ പോവാണ് എന്ന് നമ്മോട് പറയുന്നത് ആരാ? ട്രംപാണ്. ഇവിടെ ഒരു പ്രധാനമന്ത്രി ഇല്ലേ? ഇവിടെ ഒരു പ്രധാനമന്ത്രി ഉണ്ടല്ലോ. ഈ മോഡി ലോക നേതാവായതോടുകൂടി ഏത് കാര്യം മോഡിക്ക് വേണ്ടി പറയാനുള്ള ചുമതല ട്രംപിനെ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മൾ കീഴ്പ്പെടുന്ന ഒരു രാജ്യമാവുകയാണ്. കീഴ്പ്പെടുന്ന രാജ്യമായി മാറുമ്പോൾ BJP പറയുന്നത് എന്താ? നമ്മൾ വളരുകയാണ്. ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ എന്നാണ് വാദം. 4ാമത്തെ സാമ്പത്തിക ശക്തിയാണെങ്കിൽ വരുമാനത്തിന്റെ കാര്യത്തിൽ ലോകത്ത് 4ാം സ്ഥാനം നമുക്കുണ്ടാവണ്ടേ? നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ കൂടി ലോകത്തെ 4ാമത്തെ വരുമാനം നമ്മളെ പോക്കറ്റിലാവണ്ടേ? ആണോ? ഇന്ത്യയുടെ വരുമാനത്തിന്റെ വിതരണം എങ്ങനെയാ? ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ മാറുമ്പോൾ സമ്പത്തിന്റെ വിതരണത്തിൽ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിലെ 75 ലക്ഷം വരുന്ന അതിസമ്പന്നന്മാർക്ക് ഈ പൈസ മുഴുവൻ അടിച്ചുകൊണ്ട് പോകാൻ പറ്റും. 140 കോടിയിലെ അരശതമാനത്തിന്റെ കയ്യിലാണ് ഈ സമ്പത്ത് കേന്ദ്രീകരിച്ച് കിടക്കുന്നത്. ആ സമ്പത്ത് കേന്ദ്രീകരിച്ച 0.5% പ്രതിനിധികള് ആരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. സമ്പത്തുള്ള ആദ്യക്കാരുണ്ടല്ലോ, അതിനാരപ്പോ വടക്കഞ്ചേരിയില്, ആരാ കണ്ണമ്പ്രയില്, ആരാ പുതുക്കോട്? ഒരാളുണ്ടോ? ലോക ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത രൂപത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ വെട്ടിപ്പിടിച്ചപ്പോഴാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ തീവെട്ടിക്കൊള്ള നടന്നത്. അന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമ്പദ് സമൃദ്ധവും വരുമാനമുള്ളതുമായ രാജ്യം ഇന്ത്യയാണ്. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് മഹാരാജ്ഞി തൻ്റെ കിരീടത്തിന്റെ മുകളിൽ വെച്ച രത്നമാണ്, തൂവലാണ് ഇന്ത്യ എന്ന് പ്രഖ്യാപിച്ചത്. ബ്രിട്ടീഷ് മഹാരാജ്ഞി ആ ഇന്ത്യ മഹാരാജ്യം വെട്ടിപ്പിടിക്കാൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തയ്യാറായി അവർക്ക് അവസരം കിട്ടിയതുപോലെ ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരായ ഒരു വിഭാഗം പ്രമാണിമാർ നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്താകെ എടുത്ത് പോക്കറ്റിലിട്ട് നടക്കുകയാണ്. അദാനി എന്ന് പറയുന്ന ഒരു മുതലാളിക്ക് ഇന്ത്യയിലെ തുറമുഖങ്ങളുടെ 1/3 സ്വന്തമായിട്ടില്ല. തുറമുഖാട്ടാ, വടക്കാഞ്ചേരിയിലെ തട്ടുകടയില്ല. ബോംബെ തുറമുഖം, വിഴിഞ്ഞം തുറമുഖം, അങ്ങനെ പോകുന്ന നമ്മളെ തുറമുഖങ്ങളുടെ പട്ടികയിൽ 1/3 ഭാഗം, ഇന്ത്യയിൽ ആകെയുള്ള തുറമുഖങ്ങളുടെ 1/3 ഭാഗം ഒരു മുതലാളിക്കാ. ഒരു തുറമുഖത്തിന്റെ മുതൽ മുടക്ക് എത്രയായിരിക്കും? ലക്ഷക്കണക്കിന് കോടി റുപ്യ ആയിരിക്കും. ലക്ഷക്കണക്കിന് കോടി റുപ്യയുടെ വിലയുള്ള തുറമുഖങ്ങൾ അങ്ങനെ ഒരു മുതലാളിയുടെ പോക്കലിട്ട് നടക്കുക. ഒരു വിമാനത്താവളത്തിന്റെ ചിലവ് എത്രയായിരിക്കും? 1 ലക്ഷം കോടിയെങ്കിലും റുപ്യ ഒരു വിമാനത്താവളത്തിന്റെ വില മിനിമം ഉണ്ടാവും.
4/1 വിമാനത്താവളങ്ങൾ അദാനി മുതലാളിയുടേതാണ്. അപ്പൊ എത്ര ലക്ഷം കോടി ആസ്തിയാ? ഇന്ത്യയിലെ കൽക്കരിന്റെ വില നിശ്ചയിക്കുന്നതാരാ? അദാനി മുതലാളിയാ. എവിടെ ചെന്ന് നോക്കിയാലും അദാനിക്കൊരു കൈയുണ്ടാവും. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിന് ഏറ്റവും വലിയ റിഫൈനറി ഉടമയാരാ? ലോകത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സംസ്കരിക്കുന്ന റിഫൈനറികളിൽ ഏറ്റവും വലിയതിൻ്റെ ഉടമസ്ഥന്റെ പേര് അംബാനി എന്നാണ്. വലിയ നമ്മൾ ചിന്തിക്കാൻ കഴിയാത്ത സമ്പന്നന്മാരെയാണ് ഇവിടെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. അവർ ഈ രാജ്യത്തെ കൊള്ളയടിക്കുകയാണ്. അവരെ ആരാ പ്രോത്സാഹിപ്പിക്കുന്നത്? ആരാണ് അവർക്ക് ഈ സഹായം ചെയ്തു കൊടുക്കുന്നതൊക്കെ? BJP-യാ. രാജ്യം മാറി, രാജ്യത്തിന്റെ സ്വഭാവം മാറി, പൊതുമേഖല ഇല്ലാതായി. ആ പൊതുമേഖലകൾ മുഴുവൻ ഈ മുതലാളിമാർ കൈമാറി. രാജ്യത്തിന്റെ സാമ്പത്തിക നിയന്ത്രണം മുഴുവൻ ഈ വൻകിട പ്രമാണിമാർക്കായി. അപ്പൊ സാധാരണക്കാരൻ വലിയ തോതിൽ പിന്തള്ളപ്പെട്ടു. അപ്പൊ കണക്ക് പുസ്തകത്തിലേക്ക് നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ സാമ്പത്തിക ശക്തിയായപ്പോ ലോകത്ത് ദരിദ്രന്മാർ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാ? ദരിദ്രന്മാർ ഏറ്റവും കൂടുതലുള്ള ലോകരാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നാണ്. ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ദരിദ്രന്മാരുള്ള രാജ്യം. ആ ലോകത്തെ ഏറ്റവും കൂടുതൽ ദരിദ്രന്മാരുള്ള ഇന്ത്യയിൽ അതിതീവ്ര ദാരിദ്ര്യം ഇല്ലാതാക്കിയ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ പേരാണ് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളം എന്നത്. അതാണ് വ്യത്യാസം.